കക്കൂസ് മാലിന്യം കലർന്ന മലിനജലത്തിൽ നിന്നുമുള്ള ദുർഗന്ധം കാരണം ക്ഷേത്രത്തിലെത്തുന്നവർ പ്രയാസത്തിൽ. വടകര റെയിൽവേ കോളനി മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തെ ഓവുചാലിൽ നിന്നുമാണ് അസഹനീയ ദുർഗന്ധം വമിക്കുന്നത്. വർഷങ്ങളായി ക്ഷേത്ര ഭാരവാഹികളും ഇവിടെ എത്തുന്നവരും ഈ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. വാർഡ് കൗൺസിലർക്കുമെല്ലാം നിരവധി പരാതികളും നൽകിയിട്ടുണ്ട്. എന്നാൽ എവിടെ നിന്നാണ് ഇത് ഒഴുക്കിവിടുന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തുറന്നു കിടക്കുന്ന ഓവുചാലായതിനാൽ അസഹനീയ ദുർഗന്ധമാണ്. മാത്രമല്ല രോഗഭീഷണിയും കൊതുകു ശല്യവുമുണ്ട്. ക്ഷേത്രത്തിന് സമീപമാണ് വടകര റെയിൽവേ സ്റ്റേഷനിലേക്കും പാക്കയിൽ ഭാഗത്തേക്കുമുള്ള പ്രധാന റോഡ്. ഇവിടെ രാത്രിയായാൽ യാത്രക്കാർ ഭയത്തോടെ പോകേണ്ട സ്ഥിതിയാണ്. MLA ഫണ്ടിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ചു കിട്ടിയ ഹൈമാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചു. ഇതോടെ ഈ ഭാഗം ഇരുട്ടിലാണ്. ക്ഷേത്രത്തിൽ നിന്നും ഒരു ബൾബ് പുറത്തേക്കിട്ടിരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ യാത്രക്കാർക്കുള്ള ആശ്രയം. വടകര ടൗണിലുള്ള മഴവെള്ളം ഒഴുകി പോകുന്നൊരു ഓടിയായിട്ട് കാലാകാലമായിട്ട്. പക്ഷേ ഇപ്പം ഇതിൽ കൂടെ ഒഴുകി പോകുന്നത് വേസ്റ്റ് വാട്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കക്കൂസ് മാലിന്യം. മെയിനായിട്ട് കക്കൂസ് മാലിന്യമാണ് ഇവിടെ നിന്ന് ഒഴുകി പോകുന്നത്. വടകര മുനിസിപ്പാലിറ്റിയിൽ പല പ്രാവശ്യം 10-20 വർഷമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് പെറ്റീഷനൊക്കെ കൊടുത്ത് അവർ 3-4 പ്രാവശ്യം വന്ന് നോക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് വടകര പട്ടണത്തിൽ നിന്ന് മാലിന്യം ഒഴുകുന്ന എല്ലാ വാൾവുകളും ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് പറയാനാകുന്നില്ല. അത് പരിശോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ മേലെയുള്ള ഓവുകളൊക്കെ JCB വെച്ച് നീക്കിയിട്ടെല്ലാം പരിശോധിക്കണം. അതിലും വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ദുരിതം അനുഭവിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളും ചില സമയത്ത് വല്ലാണ്ട് വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് ഭക്തിയോട് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും ഈ മണമിട്ട് പറ്റുകയില്ല. ആ ഒരു അവസ്ഥയിൽ ഇപ്പം നീങ്ങി പോകുന്നത്. റെയിൽവേയൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം അടിയന്തരമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.